was the suicide by the crime branch, and it was supervised by Mr. K.J. Joseph, who is the DIG. Sir, I know Mr. Joseph. Both of us together went and met him and discussed the case. He was my SP for 4 years when he was on deputation to CBI. I know him better than you. Okay. So, ആ ഇൻട്രൊഡക്ഷൻ എനിക്ക് ആവശ്യമില്ല. ഈസ് എൻ ഓണസ്റ്റ് ഓഫീസർ. എനിക്ക് അറിയാവുന്ന അറിയാം. എൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേങ്കിൽ ജോസഫാണ് സൂപ്പർവൈസ് ചെയ്തതെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടതാണ് ഈ ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ജോസഫിന്റെ മേലുള്ള സംശയം കൊണ്ടല്ല. ബിക്കോസ് ആക്ഷൻ കമ്മിറ്റി വാസ് ബിഹൈൻഡ് ദ ഗവൺമെന്റ്. സത്യം തെളിയണം. അങ്ങനെ വിട്ടു. CBI കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മുടെ ഡ്യൂട്ടി കേസ് അന്വേഷിച്ച് സത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിന് റിപ്പോർട്ട് കോപ്പി ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ട് എനിക്ക് സാധിക്കത്തില്ല സാറേ. സാറ് എൻ്റെ അന്വേഷണത്തിൽ തൃപ്തനല്ലെങ്കിൽ ഇവിടെ വേറെ സർക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട്, അവർക്ക് ആർക്കെങ്കിലും കൊടുത്തു. എനിക്ക് യാതൊരു പരാതിയുമില്ല. ഞാൻ കംപ്ലൈൻറ്റും പറയത്തില്ല. സാറ് നോ യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, സാർ എന്താ അങ്ങനെ ഒരു നിർബന്ധം സാറിന് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്തെഴുതി ഈ കേസിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ടായിട്ട് എന്തെഴുതി കൊടുത്താലും കേരളത്തിലെ ജനങ്ങളോ ഹൈക്കോടതി വരെയുള്ള ന്യായാധിപന്മാരോ ആർക്കും യാതൊരു സംശയവും ഉണ്ടാകില്ല. അയ്യോ അതല്ല സാറേ, അങ്ങനെ തോന്നാൽ ഞാൻ കളർ റിപ്പോർട്ട് എഴുതുന്നതിന് സംശയം വരത്തില്ലേ? അത് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ അത്ര ഹൈ ആണ്. അയ്യോ അങ്ങനെയാണോ? അതാണെങ്കിൽ എൻ്റെ സാറേ എനിക്കുള്ള പ്രോബ്ലം അതാ. ഞാൻ 26 കൊല്ലം ലാഭമില്ലാതെ പണിയെടുത്ത് ഒരു പൈസ വാദിയോടോ പ്രതിയോടോ വാദിക്കാതെ സർവീസ് ചെയ്ത ആള് ആ 26 കൊല്ലത്തെ എൻ്റെ സൽപ്പേര് 26 സെക്കൻഡ് കൊണ്ടോ 26 മിനിറ്റ് കൊണ്ടോ ഞാൻ കളഞ്ഞു കുളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. സാറെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് മുറിയിൽ നിന്നു. സാർ ഞാൻ പോവാന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ചു. റബ്ബിങ് ആയതിനു ശേഷം പിന്നെ ഞാൻ ഇടക്കാലത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ സാധിക്കില്ല. അന്ന് കാസർഗോഡ് ഹംസ മർഡർ കേസിൻ്റെ ട്രയൽ ഡേ ടു ഡേയിൽ എറണാകുളം ട്രയൽ കോടതി സെഷൻസ് കോടതി നടക്കുക. എൻ്റെ പ്രസൻസ് അവിടെ എന്നും ആവശ്യമാണ്. കാരണം സാക്ഷികളെ പിടിക്കും, ഭയങ്കര ശക്തന്മാരാണ്. അപ്പോൾ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കി മൊഴിയെടുത്ത് വിടണം അവരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവധിയുള്ള സമയങ്ങളിലും ലെഷർ ടൈമിലും ആണ് ഈ സാക്ഷികളെ വിസ്തരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ അതേ കേസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മർദ്ദം വന്നപ്പോൾ നിവൃത്തിയില്ലാതെ ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റിന് നോട്ടീസ് കൊടുത്തു. കാരണം ഈ സംസാരത്തിന് ശേഷം ഡെയിലി മെമ്മോ തരുകയും ക്രൈംബ്രാഞ്ചിലെ ഓഫീസേഴ്സിനെ ഓഫീസിൽ വിളിച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യുകയും എനിക്ക് അതായത് വ്യക്തിത്വമുള്ള ഒരാളിന് തുടരാൻ പറ്റാത്ത മാതിരിയുള്ള ഇൻസൾട്ടും കാര്യങ്ങളും വന്നപ്പോൾ എനിക്കത് ഇത് പറഞ്ഞില്ല ആര് കൊന്നു. അപ്പോൾ ഇത് നോക്കിയിട്ട് ഞാൻ അതിലേക്ക് വരാം. ആര് കൊന്നു എന്നുള്ള ആ പോയിന്റ് കണ്ടെത്തുന്നതിന് മുമ്പ് എന്നെ ശ്വാസം മുട്ടിച്ച് പാമ്പിനെ പോക്കുന്ന പോലെ ഉള്ള സാഹചര്യം ഉണ്ടാക്കി ഞാൻ പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ ഈ സാഹചര്യത്തിന് മുമ്പ് 2 DIGമാർ വന്ന് സെപ്പറേറ്റ് ആയിട്ട് 2 തവണയായിട്ട് എൻക്വയറി ഇതിനുള്ളിൽ നടത്തി കേസിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷികളെയൊക്കെ അവർ കണ്ടു, ഇൻക്ലൂഡിങ് അഭയാസ് പേരൻസ്. പിന്നെ സീൻ ഓഫ് ഒക്കറൻസ് കണ്ടു. അതിന് അവരെ രണ്ടുപേരും ഈ ത്യാഗരാജനെ അഡ്വൈസ് ചെയ്തു, പ്രഷർ പാടില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർഗീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് ശേഷം അവരോടെല്ലാം സമ്മതിക്കും. പോയി കഴിയുമ്പോൾ ഇയാൾ വീണ്ടും പ്രഷർ ടാക്ടിക്സ്. അങ്ങനെ കഴിഞ്ഞ് അവസാനം IG ശ്രദ്ധയിൽപ്പെട്ടു. IG PG നമ്പൂതിരി വന്നു. ത്യാഗരാജനെ എന്നെയും വിളിച്ചിട്ട് കോട്ടയത്ത് വന്നു. സീൻ ഓഫ് ക്രൈം കണ്ടു. അവയുടെ പേരൻസിനെ എക്സാമിൻ ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു. ഡോക്ടറോട് സംസാരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് റബ്ബർ ബോർഡ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്നെയും ത്യാഗരാജനോടെ ഒപ്പം ഇരുത്തിക്കൊണ്ട് IG പറഞ്ഞു, ഒരു കാരണവശാലും ത്യാഗരാജൻ പ്രഷർ ചെലുത്തരുത്. യു ഷുഡ് നോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ്. ലെറ്റ് ഹിം ഇൻവെസ്റ്റിഗേറ്റ് ദ കേസ്. അതിനുശേഷം കേസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഓർഡേഴ്സ്, 3 പേരുടെയും IG-യുടെയും DIGയുടെയും IG-യുടെയും ഓർഡേഴ്സ് ഫ്ലൗട്ട് ചെയ്യാണ്. അല്ലെ? അത്രമാത്രം ആര് സ്വാധീനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CBI ഡയറക്ട്ലി അണ്ടർ ദി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററെ സ്വാധീനിക്കാതെ CBI ഡയറക്ടർക്ക് അങ്ങനെ സ്വാധീനം ചെലുത്താനാകത്തില്ല. IG-യും DIGയും 2 DIGമാരും IG-യും ത്യാഗരാജന് മെമ്മോ കൊടുക്കുകയും ത്യാഗരാജനെ അഡ്വൈസ് ചെയ്യുകയും ത്യാഗരാജനെ ഫോർത്ത് വിത്ത് സ്റ്റേറ്റിലേക്ക് ഒറീസയിലേക്ക് റിപ്പാട്രിയേറ്റ് ചെയ്യണമെന്ന് IG റെക്കമെൻഡ് ചെയ്ത് CBI ഡയറക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ട് യാതൊരു ആക്ഷനും എടുത്തില്ല. അപ്പോൾ IG-ക്കും IG-യുടെയും DIGമാരുടെയും വേർഡ്സിന് അല്ലെ ഓർഡേഴ്സിന് ത്യാഗരാജൻ ധിക്കരിക്കണമെങ്കിൽ CBI ഡയറക്ടറുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ലല്ലോ. എനിക്ക് സംശയമില്ല. അപ്പോൾ CBI ഡയറക്ടർ അങ്ങനെ ഇന്റർഫിയർ ചെയ്യണമെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ അവിടെ നോട്ട് ഡയറക്ട്ലി ഓൺ CBI ഡയറക്ടർ. പ്രൈം മിനിസ്റ്ററുടെ മേൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരാണോ അദ്ദേഹത്തിന്റെ മേൽ പ്രൈം മിനിസ്റ്ററെ സ്വാധീനിച്ചു. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പ്രൈം മിനിസ്റ്ററെ സ്വാധീനിക്കാവുന്ന
കേരളത്തിലെ പ്രമുഖന്മാരായ രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ് എൻ്റെ സംശയമില്ലാത്ത ഇൻഫറൻസ്. അല്ല, ഇതിൽ ഈ സഭാ നേതൃത്വത്തിന് പങ്കിട്ടു? സഭാ നേതൃത്വം അല്ലാതെ പിന്നെ ആർക്കാ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളത്? കേരളത്തെ കോട്ടയത്തെ പൊതുജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ആക്ഷൻ കമ്മിറ്റിക്കാർക്ക് താല്പര്യമുണ്ടോ? ആക്ഷൻ കമ്മിറ്റിക്കാരനായ ജോമോനോ അവരുടെ പ്രസിഡന്റിനോ കോട്ടയത്തെ ജനങ്ങൾക്കോ താല്പര്യമുണ്ടോ ഇത് ആത്മഹത്യയാക്കാൻ? അവർക്ക് സത്യം തെളിയണമെന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഈ സഭാ നേതൃത്വം അല്ലാതെ വേറെ ആരാ സ്വാധീനം ചെയ്യുന്നത്? ഏഷ്യാനെറ്റ് വർത്തമാനം എന്തിനു കൊന്നു? എന്തിനു കൊന്നു എന്നുള്ളത് കോൺവെന്റിൽ താമസിച്ച സാധുവായ അവർക്ക് ആരും ശത്രുക്കളില്ല. അവർക്ക് പിന്നെ യാതൊരു ദുർനടപടികളോ ദുഷ്ട സ്വഭാവങ്ങളോ ഇല്ല. അങ്ങനെയുള്ള അഭയെ ആര് കൊന്നു എന്നുള്ളതാ ക്വസ്റ്റ്യൻ. കാണാൻ പാടില്ലാത്ത വല്ലതും അഭയ ഈ 27-ാം തീയതി പുലർച്ചെ 4:30-ക്ക് ശേഷം കിച്ചണിലേക്ക് തണുത്ത വെള്ളം എടുക്കാൻ വന്ന സമയത്ത് അഭയ അവിടെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ആരെയോ കണ്ട സമയത്ത് അത് ആ കാണപ്പെട്ട ആളുകൾ ആരാന്ന് വെച്ചാൽ അവര് അന്നേരം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ എന്താന്ന് വെച്ചാൽ അത് സഭയുടെ ഇമേജിനും അന്ന് അവിടെ കാണപ്പെട്ട അവയെ കണ്ട ആ ആളുകൾക്കും അത് കേടും ജീവിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് എന്നേ ഇൻഫർ ചെയ്യാനൊക്കെ ഉള്ളൂ. ദാറ്റ് ഇസ് ഇൻഫറൻസ്. അപ്പോൾ അവയെ അവസാനിപ്പിക്കുക എന്നുള്ളതിന് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. ഈ കുറ്റവാളി സാറിന്റെ മനസ്സിലുണ്ടോ? ആ കുറ്റവാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26-ാം തീയതി രാത്രി 10:30-ക്ക് ശേഷം ആ കോൺവെന്റിന്റെ ലേക്ക് പുറത്തേക്ക് കിച്ചന്റെ പുറകിലുള്ള വർക്ക് ഏരിയയിൽ കൂടെ പുറത്തേക്ക് ആരും ഇറങ്ങിയിട്ടില്ല. ലാസ്റ്റിൽ ഇത് ബോൾട്ട് ചെയ്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൂജയിൽ നിറച്ച് കൂജയിലെ വെള്ളവുമായിട്ട് വന്ന് ഈ ബാക്ക് സൈഡ് യാർഡിലേക്ക് ഇറങ്ങുന്ന വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന കതക് എല്ലാ കുറ്റികളും ഇട്ട് അടച്ച് സൈഡിലെ ജനലും എല്ലാം അടച്ച് ഭദ്രമാക്കി ജോലിക്കാരെ കൊണ്ട് ലൈറ്റുകളും എല്ലാം ഓഫ് ചെയ്ത് കിച്ചൻ്റെ ഡോറും ഡൈനിങ് റൂമിൻ്റെ ഡോറും അടച്ച് ജോലിക്കാർ മുകളിലേക്ക് പോയി ഈ ഡൈനിങ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഉള്ള ഒരു റൂമിലാണ് കിച്ചൻ്റെ ചാർജിലുള്ള 2 സിസ്റ്റേഴ്സ് താമസിക്കുന്നത്. സിസ്റ്റർ ആ മുറിയിലേക്ക് പോയി പൂജയുമായിട്ട്. മനസ്സിലായില്ലേ? ആ റൂമിൻ്റെ സൈഡിലായിട്ട് ബാക്ക് യാർഡിലുള്ള കിണറിൻ്റെ അടുത്തുള്ള ആണ് ഈ പിന്നെ ജനൽ, അത് വിൻഡോ. ആ വിൻഡോ മേലീട് 2ആയിട്ടുള്ള പാളികളാണ്. ആ പാളികൾ 2ആയിട്ട് നടുക്ക് വെച്ച് മുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അടിയിലത്തെ പാളി 2 പാളികൾ അടച്ചിടാം, മുകളിലത്തെ തുറന്നിടാം. 4ഉം തുറന്നിടാം. 2 പാളികൾ മുകളിലത്തെ അടച്ചിട്ട് താഴത്തേതും തുറന്നിടാം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ അന്ന് മാർച്ച് മാസമാണ്. മാർച്ച് 26-ാം തീയതി രാത്രിയിലാണ് 10:30-ക്കാണ് അവർ ഉറങ്ങാൻ കിടക്കുന്നത്. രാത്രിയിലത്തെ ചൂട് കാരണം മുകളിലത്തെ 2 പാളികൾ തുറന്നിട്ട് അടിയിലത്തെ മാത്രം 2 പാളി മാത്രമേ അടച്ചിട്ടുള്ളൂ. രാത്രിയിൽ എനിക്ക് ദാഹം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ പൂജയിൽ നിന്ന് തണുത്ത വെള്ളം കുടിച്ചു. അത് 3:30 മണി 4 മണിക്ക് അടുപ്പിച്ചാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം ഞാൻ അവരെ ഉടനെ ചോദിച്ചത്, അപ്പോൾ ഈ സിസ്റ്റർ പൂജയ്ക്കകത്ത് വെള്ളം കോരിട്ട് ഈ ബക്കറ്റ് ചുറ്റുമതിലിൻ്റെ മുകളിൽ കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, 40-43 കിലോ വെയിറ്റുള്ള ഒരു ബോഡി രാത്രിയുടെ നിശബ്ദതയിൽ 4:30-5 മണിയുടെ സമയത്ത് കിണറ്റിലേക്ക് ഇങ്ങനെ വീഴുമ്പോൾ ഒരു ശബ്ദം വേറെ ഇല്ല. ആ വെയിറ്റ് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ വലിയൊരു ബൂമിങ് സൗണ്ട് കേട്ടു. നിങ്ങൾ എന്തെങ്കിലും കേട്ടോ സിസ്റ്റർ ചോദിച്ചു. ഞാനൊന്നും കേട്ടില്ല, ഞാൻ വെള്ളം കുടിച്ച് മയങ്ങിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത്, സിസ്റ്റർ വെള്ളം കുരിച്ച് ബക്കറ്റ്, ഇരുമ്പ് ബക്കറ്റ്, പ്ലാസ്റ്റിക് അല്ല, ഇരുമ്പ് ബക്കറ്റ് കമഴ്ത്തി വെച്ചത് നേരം വെളുത്ത് ഇവർ അവയെ തെരഞ്ഞു ചെല്ലുമ്പോൾ മുകളിലെ കപ്പിയിൽ ഇങ്ങനെ അടിച്ചു നിൽക്കുക കയറ് വെള്ളത്തിനകത്തേക്ക്. അപ്പോൾ നാച്ചുറലി ഈ അവയെ കിണറ്റിലേക്ക് ഇടുമ്പോൾ ആ കയറിൽ തട്ടി കയറിൻ്റെ ഭാരം കൊണ്ട് തൊട്ട് മേലേക്ക് പോയി ഈ ഇരുമ്പ് കപ്പിയിൽ അടിച്ച് അപ്പോൾ ഒച്ച കേൾക്കുമല്ലോ, ഇരുമ്പിനോട് കൂടി ശക്തിയായിട്ട് അടിക്കുമ്പോൾ വലിയ ശബ്ദം കേട്ടുമല്ലോ. അത് സിസ്റ്റർ കേട്ടോ? സിസ്റ്റർ കേട്ടില്ല. ഇത്രയും വലിയ ഒച്ച കേട്ടിട്ടും കേട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞത്, ഞാൻ ഉറങ്ങിപ്പോയായിരിക്കും സാറേ, ഞാനെന്തോ ചെയ്യുന്നത്. അല്ല സിസ്റ്റർ ഒന്നും ചെയ്യണ്ട, ഞാൻ എൻ്റെ സംശയം ചോദിച്ചെന്നുള്ളതെന്ന് പറഞ്ഞു വഴി ഞാൻ രേഖപ്പെടുത്തി അവസാനിച്ചു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. അപ്പോൾ അങ്ങനെ അടച്ച് 26-ാം തീയതി രാത്രി അടച്ച ഡോറ് ഒരാളും പിന്നെ ഈ കോൺവെന്റിനുള്ളിൽ കിടക്കാൻ പറ്റത്തില്ല. അകത്തു നിന്ന് ഒരാള് തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ഔട്ട് സൈഡിൽ അതിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. ഇപ്പം ഏറ്റവും പുതിയ വിവാദം ഈ അഭയാവസ്ഥ